നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷനാണോ, അത് ന്യൂനപക്ഷ വോട്ടുകൾ രണ്ട് മുന്നണികൾക്കുമായി ഡിവൈഡ് ചെയ്തു പോയോ, BJP ഏതൊക്കെ മേഖലകളിൽ വോട്ട് പിടിക്കും, അവസാനം വരെ ഒരുപക്ഷെ പാലയും പൂഞ്ഞാറും അടക്കമുള്ള കോട്ടയത്തെ വിവിധ മണ്ഡലങ്ങളിൽ സംസ്ഥാനം ഒട്ടാകെയുണ്ട് അത്തരം മണ്ഡലങ്ങൾ. ഇത്തവണ ഒരു ത്രികോണ പോരാട്ടമായതുകൊണ്ട് അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ്. ആ ഒരു ആകാംക്ഷയാണ് ഈ ഫലപ്രവചനമൊക്കെ ഇപ്പോഴും നമുക്ക് അപ്രസക്തമാക്കുകയും ഈ എക്സിറ്റ് പോളുകളിൽ പോലും കൃത്യമാണോ കാര്യങ്ങൾ എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് മലപ്പുറത്തേക്ക് ഒന്ന് പോകണം. അവിടെ CV അനുമോദുണ്ട്. അനുമോദ്, ഈ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ മലപ്പുറത്ത് കുറവായിരിക്കാം, പക്ഷേ ഉണ്ടാകാം. ലീഗിൻ്റെ അപ്രമാദിത്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന മണ്ഡലങ്ങൾ നിരവധിയുണ്ട് മലപ്പുറത്ത്. അവിടെ ആ തരത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തേക്കാം. ആ എക്സിറ്റ് പോളുകളിലുമൊക്കെ നമ്മൾ കണ്ട കാഴ്ചയും അതൊക്കെ തന്നെയാണ്. പക്ഷെ അല്ലാതെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന, അവസാന റൗണ്ട് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്ന മണ്ഡലങ്ങളുണ്ടോ മലപ്പുറത്ത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ UDFന്റെ ഒരു സമഗ്രാധിപത്യം അവർ അവകാശപ്പെടുന്ന ഒരു ജില്ലയാണ്. 16-ൽ 16 തൂത്തുവാരുമെന്ന ആത്മവിശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ചില മണ്ഡലങ്ങളിലൊക്കെ കടുത്ത മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് വേങ്ങരയിലും പെരിന്തൽമണ്ണയിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മത്സരം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഫലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഇടതുപക്ഷം പ്രതീക്ഷ അർപ്പിക്കുന്നത് പൊന്നാനിയും തവനൂരും തന്നെയാണ്. അതോടൊപ്പം തന്നെ മന്ത്രി V. അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തിരൂര്. ഈ ഒരു 3 മണ്ഡലങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് LDF കണക്കിലെടുക്കുന്നത്. അതിനപ്പുറമാണ് വേങ്ങരയും പെരിന്തൽമണ്ണയും ഒക്കെ വരുന്നത്, അതേപോലെ മങ്കടയിലും. അങ്ങനെ 6 ഇടങ്ങളിലാണ് അവർ ഏറ്റവും ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളായി കണക്കാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും വിജയസാധ്യതയായിട്ട് UDFന് മറികടക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമായിട്ട് വരിക വേങ്ങര പൊന്നാനിയാകും എന്ന തരത്തിൽ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഏറ്റവും കുറഞ്ഞത് 5000 വോട്ടിനെങ്കിലും അവിടെ വിജയിച്ച് കയറാനാകുമെന്നൊരു ആത്മവിശ്വാസമാണ് പൊന്നാനിയിൽ അവർ പങ്കുവെക്കുന്നത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ തുടർന്നായ പ്രശ്നങ്ങളുണ്ട്. പാർട്ടിക്കുള്ളിൽ വന്ന ചില അതൃപ്തികളുണ്ട്. പാർട്ടി അനുഭാവികൾക്കിടയിലുണ്ടായ പ്രതിഷേധങ്ങളുണ്ട്. ഇതൊന്നും അവസാന ഘട്ടത്തിലും പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയാതിരുന്നത് ഗുണം ചെയ്യും എന്നൊരു കണക്കൂട്ടലാണ് UDFനെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ തീരദേശ മേഖലയിൽ നിന്ന് ഇടതുപക്ഷത്തിന് സാധാരണയായി ലഭിക്കുന്ന വോട്ടുകൾ അത് ഇത്തവണ അങ്ങനെ ആകില്ല എന്നൊരു കണക്കൂട്ടലാണ് UDFനുള്ളത്. മറുവശത്ത് MK സക്കീർ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ ഭേദമന്യേ ലഭിക്കുന്ന വോട്ടുകൾ, പെരുമ്പടപ്പ് പോലെ UDFന് അല്പം മേധാവിത്വമുള്ള ഇടങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അനുകൂലമായ രാഷ്ട്രീയ ഭേദമന്യേ വോട്ടുകൾ ലഭിക്കുന്ന കണക്കൂട്ടലാണ് LDFനുള്ളത്. അങ്ങനെ അവിടെ ഒരു 5000 വോട്ടിന് മണ്ഡലത്തിൽ വിജയിച്ച് മണ്ഡലം നിലനിർത്താമെന്ന കണക്കൂട്ടലാണ് ഉള്ളത്. 7 ഇടങ്ങളിലായിട്ടാണ്, 16 മണ്ഡലങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 7 ഇടങ്ങളിലായിട്ടാണ് ഈ വോട്ടെണ്ണൽ നടക്കുക. കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത് ഗവൺമെൻറ് കോളേജ് മലപ്പുറത്താണ്. അതായത് ഈ ഇടങ്ങളിലെല്ലാം ഒറ്റ കേന്ദ്രങ്ങളിലാണ് കൗണ്ടിംഗ് നടക്കുന്നത്. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളുടെ നിലമ്പൂർ അമൽ കോളേജിലാണ് നടക്കുക. വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി എന്നീ മണ്ഡലങ്ങളുടെ തിരൂരങ്ങാടിയിൽ തന്നെയാണ് നടക്കുന്നത്. തിരൂരങ്ങാടി ഓർഫണേജിലും അതുപോലെ തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഓർഫണേജ് അപ്പർ പ്രൈമറി സ്കൂളിലുമായിട്ടാണ് ഈ 3 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുക. താനൂർ, തിരൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളുടേത് തിരൂർ പോളിടെക്നിക്കിലാണ് വോട്ടെണ്ണുക. അതുപോലെ തന്നെ തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളുടേത് പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂളിലും ആണ് നടക്കുന്നത്. അപ്പോൾ 7 ഇടങ്ങളിലായിട്ടാണ് നടക്കുന്ന ഈ ഒരു കൗണ്ടിങ്. ഏകദേശം നമുക്കറിയാം രാവിലെ 8 മണിയോടെ തന്നെ തുടങ്ങിയാലും 10 മണിക്കുള്ളിൽ ഫലങ്ങളൊക്കെ വരേണ്ടതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കഴിഞ്ഞ തവണയെല്ലാം കണ്ടതുപോലെ തവനൂരിലും പെരിന്തൽമണ്ണയിലും ഒക്കെ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ 38 വോട്ടിനാണ് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പെരിന്തൽമണ്ണ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇക്കുറി ഉയരുന്നത്. തവനൂരിൽ കഴിഞ്ഞ തവണ അവസാന റൗണ്ടിലാണ് KT ജലീൽ വിജയിച്ച് കയറിയത് ഫിറോസ് കുന്നുമർമലിനെതിരെ. അപ്പോൾ അവിടെയും വലിയ തോതിൽ തന്നെ ഒരു മത്സരം ഇത്തവണയും നടക്കുന്ന ഒരു സാഹചര്യം VS ജോയും ജലീലും തമ്മിൽ. അങ്ങനെ നമുക്ക് ഈ ഒരു 6 മണ്ഡലങ്ങൾ, അതിൽ നമുക്ക് അവസാന റൗണ്ട് വരെ തന്നെ മത്സരം എവിടേക്ക് വേണമെങ്കിലും തിരിയാമെന്ന തരത്തിലേക്ക് ഒരുപക്ഷെ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. UDFന്റെ സമഗ്രാധിപത്യമെന്ന് അവർ അവകാശപ്പെടുമ്പോഴും LDFനെ സംബന്ധിച്ച് വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളായിട്ട് തന്നെ ഇത് കാണുന്നത്. അതിൽ തന്നെ 3 ഇടങ്ങളിൽ അവർ വിജയം പ്രതീക്ഷിക്കുന്നുമുണ്ട്. V. അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിൽ നേടുന്ന വോട്ടുകളാണ് തിരൂരിൽ ഫലം നയിക്കുക. പാർട്ടി വോട്ടുകൾക്ക് പുറമെ അദ്ദേഹം സ്വന്തം നിലയിൽ നേടുന്ന വോട്ടുകൾ അത് എത്രമാത്രം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മാത്രമാണ് അറിയുക. നിലവിൽ 6000-ലധികം വോട്ടിൻ്റെ വ്യത്യാസം LDFും UDF
എഫും തമ്മിൽ മണ്ഡലത്തിലുണ്ട്. അതിനെ മറികടക്കുവാൻ വി അബ്ദുറഹ്മാനെ കൊണ്ട് സാധിക്കുമോ, സ്വന്തം നിലയിൽ നേടുന്ന വോട്ടുകൾ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് തിരൂരിലെ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം. എന്താണെങ്കിലും ഒരു UDF-നെ സംബന്ധിച്ച് ഭരണത്തിലെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ നേടുന്ന ഒരു ജില്ലയായിട്ടാണ് മലപ്പുറത്തെ കാണുന്നത്. ഇവിടെ അവർക്ക് തൂത്തുവാരി കഴിഞ്ഞാൽ മറ്റിടങ്ങളിൽ, അത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒന്നും UDF-ന് LDF-ന് ഒപ്പം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മലബാർ മേഖലയിൽ അവർ നേടുന്ന സീറ്റുകളാണ് അവരെ സംബന്ധിച്ച് നിർണായകം. അതിൽ തന്നെ മലപ്പുറം ജില്ല തൂത്തുവാരാനായാൽ അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമായിരിക്കും. വന്നാൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയായി ലീഗ് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ഓരോ സീറ്റും അത്തരത്തിൽ നിർണായകമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചേക്കാം. അതിന് സീറ്റ് എണ്ണം പ്രധാനമാണ്. ഒരു 25-ന് മുകളിലൊക്കെ സീറ്റിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായാൽ എന്തായിരിക്കും ലീഗിൻ്റെ ഡിമാൻഡ് എന്നതുകൂടി കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.